ഞങ്ങള് കിളിനെ വാങ്ങിക്കാൻ പോവാണ്. പനി ഒന്നും ഒരു പ്രശ്നമല്ല എനിക്ക്. പനി മാത്രമല്ല, പനിയുടെ കൂടെ ചുമയും തൊണ്ടവേദനയും ഒക്കെ ഉണ്ട്. 3 പേര് ഇന്ന് കിളിനെ വാങ്ങിക്കാൻ പോവാണ്. അല്ലേ ഡംബു? ആണോ സ്പൈഡർമാനെ? സെപ്റ്റംബർ 2-ാം തീയതി. അങ്ങനെ 28 വയസ്സായി എനിക്ക്. എത്ര പെട്ടെന്ന കാലങ്ങളൊക്കെ കടന്നു പോകുന്നത്. ഇത്തവണ ബർത്ത്ഡേക്ക് എന്താ ഗിഫ്റ്റ് വേണോന്ന് ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞു എനിക്ക് വല്ല കിളീനെയോ മീനിനെയോ ചെടികളോ വാങ്ങി തന്നാ മതിയെന്ന്. അപ്പൊ ശരത്തേട്ടൻ പറഞ്ഞു ചെടികളൊക്കെ ഇല്ലേ, വേറെന്തെങ്കിലും പറയാൻ പറഞ്ഞു. എനിക്ക് പിന്നെ കിളികളെ പണ്ടേ ഇഷ്ടമാണ്. ആഗ്രഹം ഇങ്ങനെ ഉള്ളിൽ കിടക്കുന്നതുകൊണ്ട് കിളീനെ തന്നെ വാങ്ങാന്ന് തീരുമാനിച്ചേ. പലരോടും ചോദിച്ചപ്പോ എല്ലാരും പറഞ്ഞു കിളിയെ വളർത്തിയരുത്, പാമ്പ് വരും, മണമായിരിക്കും, മുട്ടയിട്ട് കുഞ്ഞുങ്ങൾ കുറെ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞു. പക്ഷെ എന്നാലും എനിക്ക് ഭയങ്കര കൊതിയായിരുന്നു. അതുകൊണ്ട് ശരത്തേട്ടൻ കട്ടയ്ക്ക് കൂടെ നിന്ന് ഒരു കൂടൊക്കെ ഒപ്പിച്ചു തന്നു. എനിക്ക് വീട് പോലെ ഇരിക്കുന്ന കൂട് വേണമെന്നായിരുന്നു. പക്ഷെ ഈ കുറഞ്ഞ സമയത്തിൽ അതൊന്നും കിട്ടിയില്ല. കിളീനെ വാങ്ങിക്കാനല്ലേ, ഏത് കൂടാണെങ്കിലും എനിക്ക് ഓക്കെ എന്ന് പറഞ്ഞ് ഞാൻ അങ്ങ് അഡ്ജസ്റ്റ് ആയേ. ലവ് ബേർഡ്സിനെ വാങ്ങിക്കാനാണ് പോയതെങ്കിലും ആ സൈഡിൽ കാണുന്ന പച്ചയും മഞ്ഞയും ചുമപ്പും ഒക്കെയുള്ള കിളീനെ വേണമെന്നുണ്ടായിരുന്നേ. പക്ഷെ അതിന് നല്ല റേറ്റ് ആയിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ 3 ജോഡി ലവ് ബേർഡ്സിനെ വാങ്ങിച്ചു, പല പല കളറ്. അമ്പൂസിന് ഭയങ്കര സന്തോഷമായിരുന്നേ. എന്റെ കൂടെ എല്ലാത്തിനും കട്ട സപ്പോർട്ടായിട്ട് അവനുണ്ടായിരുന്നു. അവൻ പറയാ ഞാനൊന്ന് ഭയങ്കര ഹാപ്പിയാ, എനിക്ക് കിളികളെ കിട്ടിയല്ലോ എന്ന്. എന്നെയൊക്കെ കൂടുതൽ സന്തോഷം അവനായിരുന്നു. അങ്ങനെ കിളികളെയും അവർക്ക് വേണ്ടി വാങ്ങിച്ച സാധനങ്ങളും ഒക്കെ കാറിൽ കയറ്റി വെക്കുന്നതിനിടയിൽ എന്റെ കണ്ണിൽ ഒരാള് പെട്ടെ. ഞാൻ പിന്നെ അമ്പൂനെയും ഒക്കെ കയറ്റി ഇരുത്തിയിട്ട് നേരെ അതങ്ങ് പോയി പറിച്ച് റോഡ് സൈഡിലായിട്ട് നല്ല പിങ്ക് കളർ ഉണ്ടാവുന്ന ചീരപ്പൂ നിൽക്കുന്നുണ്ടായിരുന്നു. റോഡ് സൈഡിലല്ലേ, ഞാൻ പിന്നെ ഒന്നും നോക്കിയില്ല, അങ്ങ് പോയി പറിച്ചു. വീട്ടിൽ വന്നതും അമ്പൂസ് ചാടി കയറി കിളികളെ ഇട്ടിരിക്കുന്ന പെട്ടിയിലാണ് പിടിച്ചത്. എന്നെ പോലെ തന്നെ എന്റെ മോനും ഭയങ്കര ഹാപ്പിയാണേ. എനിക്ക് അത് കണ്ടപ്പോൾ വളരെ സന്തോഷമായി. ഞാൻ എന്താഗ്രഹം പറഞ്ഞാലും നടത്തി തരാൻ പറ്റുന്ന കാര്യങ്ങളാണെങ്കിൽ എനിക്കത് ശരത്തേട്ടൻ നടത്തി തരാറുണ്ട്. അതുപോലെ തന്നെ എനിക്ക് ഈ ആഗ്രഹവും നടത്തി തന്നു. പെട്ടിക്കകത്തുനിന്ന് കിളികളെ എല്ലാത്തിനെയും ഈ കൂട്ടിലേക്ക് ഇടാനായിട്ട് ഞങ്ങൾ ശരിക്കും പാടുപെട്ടെ. ശരത്തേട്ടൻ കൈയിട്ടപ്പോ കൈക്കിട്ട് കരപുരാന്ന് കടിക്കുകയും ചെയ്തു. ലാസ്റ്റ് എങ്ങനെയൊക്കെയോ കുറെ പാടുപെട്ട എല്ലാത്തിനെയും ദേണ്ട ഈ കൂട്ടിനകത്താക്കി. നല്ല രസമുണ്ട് നിങ്ങൾ ഇങ്ങനെ ഇരിക്കുന്ന കാണാനായിട്ട്. വന്നതല്ലേ ഉള്ളു, അതിൻ്റെതായ കുറച്ച് മൂഡ് ഓഫ് ഒക്കെ ഉണ്ട്. ഇതോടുകൂടി ബർത്ത്ഡേ സെലിബ്രേഷൻ ഒക്കെ തീർന്നെന്ന് വിചാരിച്ചെങ്കിലും രാത്രി 12 മണിക്ക് ഒരു കേക്ക് കട്ടിങ് ഉണ്ടായിരുന്നേ. അതെന്തായാലും ഉണ്ടാവുമെന്ന് എനിക്കറിയായിരുന്നു. പക്ഷെ എന്നെ ഞെട്ടിച്ചു കളഞ്ഞത് എന്താണെന്ന് അറിയാമോ? ആ പുറകിൽ നിൽക്കുന്ന റോസാപ്പൂക്കൾ കണ്ടോ? 10 വെറൈറ്റി കളേഴ്സിലുള്ള റോസാ ചെടികൾ വാങ്ങിച്ചു തന്നേ ശരത്തേട്ടൻ എനിക്ക്. ഇത് എപ്പോ ചെയ്തു എന്ന് എനിക്കറിയില്ല. പക്ഷെ എന്തായാലും അത് കണ്ടപ്പോ ഞാൻ ശരിക്കും ഞെട്ടിപ്പോയേ. ലൈഫിൽ ആദ്യമായിട്ടാണ് ഞാൻ ആഗ്രഹിച്ച ഗിഫ്റ്റ് മുഴുവൻ എനിക്ക് ഒരു ബർത്ത്ഡേക്ക് കിട്ടുന്നത്. ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. കാര്യം ഒരുപാട് പേരൊന്നും എന്നെ വിഷ് ചെയ്യാനില്ലെങ്കിലും എന്നെ സ്നേഹിക്കുന്ന ചുരുക്കം ചിലരിൽ നിന്ന് കിട്ടുന്ന ഈ സ്നേഹം ഉണ്ടല്ലോ, അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്രയും വലുതാണ് എനിക്ക്.